ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഷാഡോ AI ആണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്താണ് ഷാഡോ AI എന്നുള്ളത് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഷാഡോ AI എന്ന് പറയുന്നത് നമ്മുടെ കൺസെൻറ്റ് കൂടാതെ ഒരു ഓർഗനൈസേഷനിൽ AI ടൂൾ ഉപയോഗിച്ച് അവരുടെ ജോലി എളുപ്പമാക്കുന്നതിനെയാണ് ഷാഡോ AI എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോപ്പർ കൺസെൻറ്റ് ഇല്ലാതെ അവരവരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അവർ AI ടൂള് ഒരുപാട് AI ടൂളുണ്ട്. അതിൽ ഏതെങ്കിലും ടൂളിനെ ഉപയോഗിക്കുന്നതാണ് ഷാഡോ AI എന്ന് പറയുന്നത്. അപ്പം ഇതും കൊണ്ട് എന്താണ് ദോഷങ്ങൾ, ഇതും കൊണ്ട് ദോഷങ്ങളുണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഏറ്റവും വലിയൊരു ഡിസാസ്റ്ററാണ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ. എല്ലാവരും, എല്ലാ ഫേംസും, എല്ലാ കമ്പനീസും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചസ് തന്നെയാണ്. വലിയൊരു ഇൻകമിങ് ഡിസാസ്റ്ററാണത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ, അല്ലെങ്കിൽ ഇപ്പോൾ അവരൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു, ഒരു ആപ്പ് ഡെവലപ്മെൻറ്റ് എന്തുമായിക്കോട്ടെ, അതിൻ്റെ കോഡിങ് അത് പുറത്ത് ലീക്ക് ഔട്ട് ആകുമ്പം അത് ഉണ്ടാകുന്ന കമ്പനിക്കുള്ള നഷ്ടങ്ങൾ വളരെ വലുതാണല്ലേ. നമ്മുടെയൊക്കെ ഫിനാൻഷ്യൽ ഡാറ്റ, കമ്പനി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ പുറത്ത് ഒരു ആൾക്കാർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതൊന്ന് ആലോചിച്ച് നോക്കി. അത് നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റീനെ തന്നെ മൊത്തത്തിൽ ബാധിക്കുമല്ലേ. അപ്പം അത് ശരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ AI ടൂളുടെ കൂടുതൽ വരവോടുകൂടി നമ്മുടെ പ്രൈവസി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ. പക്ഷേ ഇതിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് റിസൾട്ട് ഭയങ്കര അടിപൊളിയായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് പറഞ്ഞില്ലേ, നമുക്കിതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും യൂസ് ചെയ്യും. പോസിറ്റീവായിട്ടുണ്ടായി ഇമ്പാക്റ്റിലാണ് നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ വീഡിയോയിൽ കൂടെ നമ്മളിത് ഷെയർ ചെയ്യാൻ കാരണം ഇനിയും വരാൻ പോകുന്ന ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. വലിയ വലിയ കമ്പനീസ് ഓൾറെഡി ഇതിനുള്ള മുൻകരുതലുകൾ അവരെടുത്തിട്ടുണ്ട്. കാരണം അവർ IT ഡിപ്പാർട്ട്മെൻറ്റ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സ്ട്രോങ് ആണ്. ഞാൻ പറയുന്ന ഒരു മിഡിൽ ലെവലിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഒരു സ്മോൾ കമ്പനീസിൻ്റെ കാര്യമാണ്. അപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ, അതായത് നിങ്ങളുടെ മാർജിന്, നിങ്ങളുടെ സെയില്, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും പിന്നെ ChatGPT അല്ലെങ്കിൽ വേറെ ടൂളിൽ കൊടുത്തിട്ട് അതിൽ കൂടെ ഒരു റിപ്പോർട്ട് ഫാസ്റ്റായിട്ട് ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർക്ക് ഇത് കൊടുത്തു. ഇതും കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് അയാൾക്ക് പോലും, ആ അക്കൗണ്ടൻറ്റിന് ഒരു ബോധം ഉണ്ടാകത്തില്ല ചിലപ്പം. കാരണം അവരിത് അവരുടെ ജോലി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയും റിസൾട്ട്, ഇപ്പോൾ എംപ്ലോയീസിനെ ഒന്ന് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി, എംപ്ലോയറിനെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയും ഇവർ നല്ല റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഇത് കൊടുക്കും ഈ AI ടൂളിൽ. പക്ഷെ അതുവഴി നമുക്കാണ് അതിനുള്ള ദോഷങ്ങൾ വരുന്നത്. അതേപോലെ ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ കോഡിങ് നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ആപ്പിൻ്റെ ഇതാണ് ലീക്ക് ഔട്ടാകാൻ പോകുന്നത്. അത് പിന്നീട് അത് പുറത്തറിയുമ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റീനെ തന്നെ ബാധിക്കും. ഇറങ്ങാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ്, അതിൻ്റെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഇത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മളിത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ എറർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി AI ടൂൾ യൂസ് ചെയ്യുമ്പം അതേ സമയം അത് ലീക്ക് ഔട്ട് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഹാക്കേഴ്സിന് വേണമെങ്കിൽ, ഹാക്കിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഈ മൂവി കൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, ഇപ്പം ഒരു നെറ്റ്വർക്കിലേക്ക് അവരുടെ സമ്മതമില്ലാതെ എൻട്രി ചെയ്തിട്ട് അവരുടെ ഇൻഫോർമേഷൻസ് മൊത്തം അടിച്ചു മാറ്റി അത് വേറെ അവരുടെ പേഴ്സണൽ ഗെയിംസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എല്ലായിടത്തും ഹാക്കിംഗ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് കൊടുക്കുമ്പോൾ. അതേപോലെ AI ടൂളിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഇത് ഒളിപ്പിച്ച് വെക്കാം. അതായത് ഇപ്പോൾ ഒരു കമ്പനീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ആ AI ടൂളിൽ അവർ സംഭവങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് പിന്നീട് ആ ഓർഗനൈസേഷനിലെ ഡാറ്റാസ് മൊത്തം ലീക്ക് ഔട്ട് ആകാനും അത് എക്സ്പ്ലോയിറ്റ് ആകാനുള്ള ചാൻസസും ഒക്കെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് ദോഷവശങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിവെൻഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു മുൻകരുതലായിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ എംപ്ലോയീസിന്, അതായത് നമ്മുടെ കമ്പനിയിൽ
10 പേരുണ്ടായിക്കോട്ടെ, 5 പേരുണ്ടായിക്കോട്ടെ, ഈവൻ 100ൻ്റെ അബോവ് അല്ലെ 50 or 60 എത്ര ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് വേണ്ടി ഒരു അവയർനെസ് കൊടുക്കുക. കാരണം നമ്മുടെ കൺസെൻറ്റോട് കൂടാതെ അല്ലാതെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ഈ AI ടൂൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഉപയോഗിച്ചാൽ തന്നെ നമ്മളതിന് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുക. കാരണം ഇന്നത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ അവിടെ ആക്സസ് കൊടുക്കാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരാൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അതിനു വേണ്ടി ഉണ്ടാക്കണം. അവരുടെ സമ്മതം കൂടാതെ ഒരിക്കലും ഇവർ AI ടൂൾ കൊടുക്കാൻ പാടില്ല. AI ടൂൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുകയും വേണം, റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യണം ചില കാര്യങ്ങൾ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്താൽ ഓക്കെയാണ്. അപ്പോൾ AI ടൂൾ യൂസ് ചെയ്യരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം AI ടൂൾ യൂസ് ചെയ്യണം. കാരണം അത് എപ്പോഴും ബിസിനസ്സിനെ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാനും നമ്മൾ ഉപകരിക്കുള്ളൂ. പക്ഷെ അതൊരു മോശം രീതിയിലായി, അതൊരു രീതിയിൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റിനെ തന്നെ ചോദ്യം ആക്കിക്കൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വർക്ക് ഫാസ്റ്റാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുക. കഴിയുന്നത് ഫിനാൻഷ്യൽ റിയൽ ഡാറ്റാസ് കൊടുക്കാതിരിക്കാൻ നോക്കുക. ഇനി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ റിയൽ ഡാറ്റാസ് കൊടുത്താൽ കമ്പനീനെ വെറുതെ പ്രശ്നത്തിലാക്കാതെ നിങ്ങൾക്കിപ്പോൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനോ അങ്ങനെ കോൺഫിഡൻഷ്യൽ അല്ലാത്ത ഡാറ്റ നിങ്ങൾക്ക് AI ടൂളിൽ AI സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നിങ്ങളുടെ വർക്കിനെ എളുപ്പമാക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഒരിക്കലും ആർക്കും ഒരു ദോഷം വരുന്നില്ല. പക്ഷെ കമ്പനിയുടെ കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഈവൻ ക്ലയൻസിൻ്റെ ഡാറ്റാസ്, ഫോൺ നമ്പേഴ്സ് മുതലുള്ളത് അതൊരിക്കലും ChatGPT അല്ലെ വേറെ ഏത് AI ടൂളിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ആ കമ്പനിയുടെ ക്ലയൻസിൻ്റെ കാര്യങ്ങൾ ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വരികയും ചെയ്യും. അത് ഈവൻ ചിലപ്പം കമ്പനിക്ക് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫൈൻ ലീഗൽ സൈഡിൽ നിന്ന് വരും. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ടെക്നോളജിക്ക് എത്രയോ അഡ്വാൻസ് ആകുന്നത് തോറും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് മുൻകരുതൽ എടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ് ഒരു കമ്പനിയുടെ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു പേഴ്സൺ അതിന് വേണ്ടി വെക്കണം. നിങ്ങൾ അതിൽ സാലറിയോ ലാഭം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫോർമേഷൻ ലീക്ക് ഔട്ട് ആകുന്നതാണോ ഇമ്പോർട്ടൻറ്റ്, അതോ നിങ്ങളൊരു പെർട്ടിക്കുലർ IT-ക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണ് സാലറി കൊടുക്കുന്നതാണോ, ഏതാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് പ്രസൻറ്റിൽ ഉള്ള ഒരാളെ തന്നെ നിങ്ങൾക്കത് ഏൽപ്പിക്കാം. അവർ ഇപ്പോൾ ഒരു എംപ്ലോയി ഇപ്പോൾ IT കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന പുള്ളിക്കാരന് വേണേൽ നമുക്കിത് ഏൽപ്പിക്കാം. പക്ഷേ എപ്പോഴും നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഓരോ പേഴ്സൺ അതിനുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇപ്പം നമ്മളൊരു അക്കൗണ്ടൻറ്റിനെ അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ അവനത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലർ നല്ല ആൾക്കാരുണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നില്ല അവർക്കൊരു ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പേഴ്സണെ എപ്പോഴും ചെയ്യുന്നത് ബെറ്ററാണ്. അതിന് നമുക്ക് സാലറി പോയാലും നമ്മുടെ ഡാറ്റാസ് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കരുതിയിരിക്കും ബാക്കിയുള്ള കാര്യം. ഇപ്പം നിങ്ങളുടെ ഡാറ്റാസ് ഓക്കെ, ഇത് എൻ്റെ ഫിനാൻഷ്യൽ ഈ ഡാറ്റ പോയാൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ വെക്കണ്ട. അല്ല, നിങ്ങളുടെ അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് വെക്കാം. കാരണം ഇപ്പോഴതിൻ്റെ ഒന്നും ഫീഡ്ബാക്ക് അറിയാൻ തുടങ്ങിയിട്ടില്ല, പ്രശ്നങ്ങൾ അറിയാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങളെ നാളെ ആരെങ്കിലും ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ വില, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡാറ്റയ്ക്ക് ഇത്രയും വിലയുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു പോകും. അപ്പം അതിന് വേണ്ട സുരക്ഷിതത്വം നിങ്ങളുടെ ഭാഗത്ത് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ബിസിനസ് ഓണറുടെ സൈഡിൽ നിന്നും എടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ളത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് പോകും തോറും AI ടൂൾ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ലീഗലും ഇപ്പോൾ വലിയൊരു ഫേമാണ്, ലീഗലും IT വിങ്ങും സ്ട്രോങ് ആകുക. നിങ്ങളുടെ കൺസൾട്ടൻറ്റോട് മാത്രം ഈ കാര്യങ്ങൾ അവരുപയോഗിക്കുക എന്നുള്ള ഉറപ്പ് വരുത്തുക. ആക്സസ് ഒരു ലിമിറ്റ് ചെയ്യുക, ഇന്ന വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ട കറക്റ്റ് ആക്ഷൻ എടുക്കുക. ഈവൻ ആ എംപ്ലോയീസിനെ തന്നെ പിരിച്ചു വിടാനേ ഞാൻ പറയുള്ളൂ. അങ്ങനെ അത്രയും നമ്മൾ അവയർനെസ് കൊടുത്തിട്ടും അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ